സാമുദായിക ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞ് വർണ്ണലോകത്തിന്റെ റാമ്പിലേക്ക് സുധാലക്ഷ്മി ചുവടുവെച്ചത് വലിയ എതിർപ്പുകൾക്ക് നടുവിൽ നിന്നാണ്. മറ്റു വിഭാഗം ആളുകളെ കണ്ടാൽ കാഴ്ചയിൽ നിന്നും ഇന്നും ഓടിമറയുന്ന ആദിവാസി വിഭാഗമായ മുതുവാൻ സമുദായത്തിലെ ഒരംഗം. സംസ്ഥാനത്തെ അതിർത്തി ഗ്രാമങ്ങളിലൊന്നായ ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിലെ കുളച്ചിവയൽ ആദിവാസി കുടിയിൽ നിന്ന് ആദ്യമായി +2 വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടി. പ്രമുഖ ഫിലിം കമ്പനിയായ അറോറ കൊച്ചിയിലൊരുക്കുന്ന മിസ് കേരള ഫോറസ്റ്റ് ഗോഡ്സ് ഫാഷൻ ആൻഡ് ഫിറ്റ്നസ് മത്സരത്തിൽ അവസാന റൗണ്ടിൽ എത്തിയിരിക്കുകയാണ് സുധാലക്ഷ്മി. അഴകിന്റെ പുതുലോകത്തിൽ കാണാത്ത ദൂരങ്ങളുടെ ആ സ്വപ്നച്ചിറകിലാണ് ഇന്ന് സുധ. 29 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സുധാലക്ഷ്മിക്ക്. പോയ കാലം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സുധിക്ക് ചട്ടക്കൂടിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഫാഷൻ ലോകത്തേക്കുള്ള വരവ്. സീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് നമ്മളങ്ങോട്ട് ട്രെയിനിങ് പോയപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്ന്. കാരണം നമ്മൾ സമുദായത്തിൽ നിന്ന് മുമ്പോട്ട് വരണമല്ലോ, ഒതുങ്ങി നിൽക്കാൻ ഒരു ഇതല്ല. കാരണം ഇവര് നമ്മുടെ കുടിയിലൊക്കെ ഇച്ചിരി എതിർപ്പൊക്കെ കാണുന്നുണ്ട്. എന്നാലും എനിക്ക് പുറത്ത് മറയൂർ ഭാഗത്ത് അല്ലെങ്കിൽ കാന്തല്ലൂർ ഭാഗത്ത് നിന്നൊക്കെ എനിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകും. വലിയ എതിർപ്പുകൾക്ക് നടുവിലും +2 ശേഷമുള്ള നഴ്സിംഗ് പഠനത്തിനുമൊക്കെ സുധയ്ക്ക് തണലായും താങ്ങായും നിന്നത് അച്ഛൻ ശിവരാജും അമ്മ ലോകമണിയും ഉൾപ്പെടുന്ന സ്വന്തം കുടുംബം തന്നെ. ഫാഷൻ രംഗത്തേക്ക് എത്തിയതോടെ മനസ്സും ശരീരവും അതിനായി പാകപ്പെടുത്തുകയാണ്. എതിർപ്പുന്നയിക്കുന്ന സ്വന്തം സമുദായത്തിന്റെ ഉന്നമനവും സുധയുടെ സ്വപ്നമാണ്. നമ്മുടെ സമുദായത്തിൽ തന്നെ നിന്ന് നല്ലൊരു പേരെടുക്കണം. അല്ലെങ്കിൽ നമ്മളെ കണ്ട് നമ്മുടെ കുട്ടികൾ വളർന്ന് ഇങ്ങനെ വരണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. കാരണം പഠിക്കുന്ന കാലത്ത് പോലും കുട്ടികൾ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ പോലെ നിർത്തിയിട്ടാണ് പേടിച്ചിട്ട്. കാരണം പുറം ലോകം ഒന്നും അറിയത്തില്ലല്ലോ നമുക്ക്. കൂലിപ്പണി ചെയ്തിരുന്ന കുളച്ചിവേൽക്കുടിയിലെ സുന്ദരഭൂമിയിൽ നിന്ന് ഇന്ന് സുധാലക്ഷ്മി ഫാഷൻ തരംഗം തീർക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് കാണുന്ന ഇളം തലമുറയ്ക്കെങ്കിലും സ്വപ്നച്ചിറകേറാൻ കഴിയട്ടെ എന്ന് സുധാലക്ഷ്മി പ്രത്യാശിക്കുന്നു. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.